This morning, very briefly, I would like to talk about the love of Jesus for his church. ഈ പകൽക്കാലം യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവസഭയോട് പറയുവാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. How much Jesus loves his church. എത്രത്തോളം യേശു തന്റെ സഭയെ സ്നേഹിച്ചു. Let's read Matthew chapter 13 verse 45 and 46. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം verse 45 and 46. 45 മുതൽ 46 വരെ 45-46 വാക്യങ്ങൾ. This is a parable of Jesus. യേശുവിന്റെ ഒരു ഉപമയാണ് നമ്മൾ. So I would like one of us, if you can read it out loud wherever you are. Yes, ആരെങ്കിലും ഒരാൾ ഉച്ചത്തിൽ വായിച്ച് സഹായിക്കണം. Yeah, please read the next verse. Okay, that's enough. The Bible says the kingdom of heaven is like a merchant searching for fine pearls. ദൈവവചനം ഇങ്ങനെ പറയുന്നു, സ്വർഗ്ഗരാജ്യം മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. And when this merchant found a pearl of great value, ആ വ്യാപാരി ആ മുത്ത് കണ്ടെത്തിയപ്പോൾ, അതിന്റെ വില കണ്ടെത്തിയപ്പോൾ, he sold everything that he had and purchased this pearl of great value. അവൻ ഉള്ളതൊക്കെയും വിറ്റിട്ട് അവൻ ആ വിലയേറിയ മുത്ത് വാങ്ങുവാനിടയായി. Jesus talks to his people in different parables. യേശു ഉപമകൾ, വിവിധ ഉപമകളായി ഹല്ലേലൂയ ദൈവസഭയോട് സംസാരിച്ചിട്ടുണ്ട്. And in this specific parable, ഈ പ്രത്യേകമായ ഉപമയിൽ the merchant, ആ വ്യാപാരി is Jesus Christ. യേശുവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. And the pearl of great value, ആ വിലയേറിയ മുത്ത്, is you and I. നമ്മൾ ഓരോരുത്തരെയും കാണിക്കുന്നു. This pearl of great value is the church of Jesus Christ. അത് യേശുക്രിസ്തുവിന്റെ സഭയെ കാണിക്കുന്നു. Now notice the words very carefully. നമ്മൾ ആ വാചനത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം. The Bible says when this merchant found this pearl of great value. That's what I wanted to focus this morning. ഞാൻ ഇവിടെ ഊന്നൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യാപാരി ആ വിലയേറിയ മുത്ത് കണ്ടെത്തിയ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. That value in the pearl. അതിന്റെ വില, വിലമതിക്കാനാകാത്ത ആ വിലയുള്ള ആ മുത്ത്. So my question is, what is the value of this pearl? എന്റെ ചോദ്യം ദൈവസഭയോട്, അതിന്റെ വാല്യൂ എന്താണ്, അതിന്റെ വില എന്താണ്? Is there any value first of all? അതിന് ഒരു വില ഉണ്ടോ ദൈവമക്കളെ? Did Jesus really find any value in you and me? യേശു സത്യത്തിൽ എന്നിലും നിന്നിലും എന്തെങ്കിലും വിലയുള്ളതായി കണ്ടിട്ടുണ്ടോ? Let me give this with an example. ഞാൻ പറയട്ടെ ഒരു ഉദാഹരണത്തോടു കൂടി. Normally, there are a lot of parents here in this room. ഇവിടെ ഒത്തിരി മാതാപിതാക്കളുണ്ട്. And many of us have children that are grown up adults. എല്ലാവർക്കും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളാണ്. And when you want to search for a spouse for your son or a daughter, നിങ്ങളുടെ മക്കൾക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ, ഒരു പാർട്ട്ണറെ അന്വേഷിക്കുമ്പോൾ, you are arranging for a marriage and you want to search for a suitable spouse for your son or daughter. അവർക്ക് ഒത്തുവരുന്ന അല്ലെങ്കിൽ അവർക്ക് ചേരുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, അല്ലേ? So as parents, what do we do? നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? You do a lot of research, right? ഒത്തിരി അന്വേഷിക്കും. Yes or no? You do a lot of research. And what do? You check for the qualities of the person. നമ്മൾ ചുമ്മാതെ കേറി ആലോചിക്കത്തില്ല. നമ്മൾ ആ പേഴ്സന്റെ ആ വില അല്ലെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കും. You understand what is the person's social background. നമ്മൾ അവന്റെ സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതികൾ അന്വേഷിക്കും. Their financial background, സാമ്പത്തികം അന്വേഷിക്കും. Their educational background, വിദ്യാഭ്യാസപരമായ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കും. So as parents we do a lot of research. നമ്മൾ മാതാപിതാക്കൾ അന്വേഷിച്ചിട്ട് മാത്രമേ അതിലേക്ക് കാലുകൾ വെക്കുകയുള്ളൂ. And if all the criteria is met, you put a tick mark. നമ്മൾ അന്വേഷിക്കുന്ന എല്ലാം ഒത്തുവരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അത് മുൻപോട്ട് ടിക്ക് മാർക്ക് ശരി കൊടുക്കുകയുള്ളൂ. Only then you will select a suitable spouse for your son or your daughter. അത്രത്തോളം അന്വേഷിച്ചതിന് ശേഷം നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ഒരു പാർട്ട്ണറെ, ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമെങ്കിൽ. But now the question is, what are the qualities Jesus saw when he selected his bride? ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ യേശു തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ക്വാളിറ്റികൾ എന്താണ്? Are there really any qualities for Jesus to search and to select us? സത്യത്തിൽ എന്തെങ്കിലും ഉള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഉള്ള വ്യക്തിയാണോ യേശു അന്വേഷിക്കുന്നത്? The truth of the answer is there was no good quality in us. അതിന്റെ സത്യാവസ്ഥ ഇതാണ്, ഒരു നല്ല സ്വഭാവമുള്ള ആരെയും അല്ല യേശു അന്വേഷിക്കുന്നത്. There was no worth in this bride when Jesus selected this bride. യേശു അന്വേഷിക്കുന്ന ആ മണവാട്ടിയിൽ ഒരു വർത്തായിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലെന്ന് കണ്ടപ്പോൾ തന്നെ
ഹല്ലേലൂയ യേശു സഭയെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. Let's see this through the word of God very quickly. We are not going to touch verses because we don't have time. ഞാൻ വളരെ വേഗത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് പോട്ടെ. But I want you to listen to me carefully. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. What are the qualities of this bride? ഈ മണവാട്ടി സഭയുടേതായ അതിലെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? Jesus came in search for his bride. He selected the lost sheep. But what were the qualities of this bride? ഈ സഭയുടെ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ യേശുവിന്റെ മണവാട്ടി സഭയുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. What were the qualities when Jesus came and picked this bride? യേശു ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഇതിനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത് നമുക്ക് നോക്കാം. You don't need to take your Bibles, but listen carefully. നിങ്ങൾ വേദപുസ്തകം എടുക്കണ്ട, വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ. Colossians 1 verse 21. Don't take it now. Colossians 1 verse 21 says, "We were enemies of God." നമ്മൾ ക്രൂശിന്റെ ശത്രു ആയിരുന്നപ്പോൾ തന്നെ This is our quality. അതായിരുന്നു നമ്മുടെ യോഗ്യത. We were enemies of God. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ That's the first quality. അതായിരുന്നു നമ്മുടെ യോഗ്യത. The second quality. രണ്ടാമത്തെ യോഗ്യത Ephesians chapter 2 verse 1 and 2. You don't need to take it now. ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. The Bible says we were dead in our trespasses. നമ്മുടെ പാപങ്ങളിൽ നാം മരിച്ചവരായിരുന്നു. That was our second quality. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ യോഗ്യത. Is there any good quality in this? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയുവാനുണ്ടോ? Is there any good quality in this? എന്തെങ്കിലും നല്ല സ്വഭാവങ്ങൾ നിങ്ങളിൽ പറയുവാനുണ്ടോ? Yes or no? ശരിയോ ഉണ്ടോ ഇല്ലയോ? No good quality in this. ഒരു നല്ല സ്വഭാവം നമ്മളിൽ പറയുവാനില്ലായിരുന്നു. Ephesians 2 verse 3. What is the third quality? രണ്ടാം അധ്യായത്തിൽ പറയുന്ന മൂന്നാമത്തെ യോഗ്യത നമ്മുടെ യോഗ്യത. The Bible says we were vessels of wrath before God. ഹല്ലേലൂയ. നമ്മൾ കോപത്തിന്റെ പാത്രങ്ങളായിരുന്നു. ഹല്ലേലൂയ. That was our quality. ദൈവ കോപത്തിന്റെ പാത്രങ്ങളായിരുന്നു. അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ യോഗ്യത. What is the fourth quality? നാലാമത്തെ യോഗ്യത എന്താണ്? നമുക്ക് Romans 3 verse 10. റോമൻസ് 3:10 എഴുതിയിരിക്കുന്നു. The Bible says there was no one righteous before God. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. That was our quality. അതായിരുന്നു നമ്മുടെ മറ്റൊരു യോഗ്യത. That is the quality Jesus left all his glory and came in search for this bride. ആ ഒരു യോഗ്യതയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ട് നമ്മളെ തേടി വന്നത്. ഹല്ലേലൂയ. Our earthly parents select the spouse with a lot of qualities. മക്കൾക്ക് വേണ്ടി നല്ല തുണ അന്വേഷിക്കുമ്പോൾ, നിങ്ങൾ ക്വാളിറ്റി അന്വേഷിക്കുമ്പോൾ, പക്ഷേ our Jesus came in search of a bride where we were vessels of wrath, enemies of God. യേശു അന്വേഷിച്ച ക്വാളിറ്റി നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. The Bible says in 1 Timothy 1 verse 15, 1 തിമോത്തി 1:15 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, we were the chief of sinners. പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നപ്പോൾ. That was the quality of Apostle Paul. അതായിരുന്നു പൗലോസിന്റെ യോഗ്യത. And that's the quality for all of us. അതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും യോഗ്യത. This is the quality of the bride Jesus came in search for. അതായിരുന്നു യേശു വന്നപ്പോൾ യേശു തെരഞ്ഞ ദൈവസഭയുടെ യോഗ്യത. That's the quality. He left all his glory to come in search of this bride. അതായിരുന്നു യേശു മഹിമകളെ വെടിഞ്ഞ് എന്നെയും നിന്നെയും തേടി വരുവാനുണ്ടായ നിന്നിലും എന്നിലുമുള്ള യോഗ്യത. The Bible says in Isaiah 53 verse 6, യേശയ്യ 53:6 ഇങ്ങനെ പറയുന്നു, we were all like sheep gone astray. ആടുകളെ പോലെ, തെറ്റിപ്പോയ ആടുകളെ പോലെ ആയിരുന്നു. That's the quality of my life. അതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി. There was nothing good in me. എന്നിൽ ഒരു നല്ല സ്വഭാവം, നല്ലത് പറയുവാനൊന്നുമില്ലായിരുന്നപ്പോൾ. The Bible says I was dead in my sins. പാപങ്ങളിൽ ഞാൻ മരിച്ചവനായിരുന്നപ്പോൾ. I was his enemy. ഞാൻ യേശുവിന്റെ ക്രൂശിന്റെ ശത്രുവായിരുന്നപ്പോൾ. There was nothing good in me. ഒന്നും നല്ലത് പറയുവാനില്ലായിരുന്നപ്പോൾ. And that's the Bobby Jesus selected as his church. അപ്പോഴായിരുന്നു യേശു സഭയെ ആളുടെ തെരഞ്ഞെടുത്തത്. That is the type of people Jesus put in his church. അങ്ങനെയുള്ള ആൾക്കാരെ ആയിരുന്നു യേശു ദൈവസഭയിലേക്ക് ആളുടെ തെരഞ്ഞെടുത്തത്. The Bible says we are like sheep gone astray. ആ വേദപുസ്തകം പറയും നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. We were not following the shepherd. ഹല്ലേലൂയ. നമ്മൾ ഇടയനെ അന്വേഷിക്കാതെ പോയ സമയങ്ങളിൽ, we did not follow the shepherd. നമ്മൾ ഇടയനെ അന്വേഷിച്ചിട്ടേ ഇല്ലാത്ത സമയങ്ങളിലും he came and selected us. നല്ല ഇടയനായ ദൈവം നമ്മളെ തേടി. Not because of your good works, നമ്മുടെ നല്ല സ്വഭാവങ്ങൾ, ക്വാളിറ്റികൾ, not because of your merit, നമ്മുടെ ഹല്ലേലൂയ സ്തോത്ര സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ടല്ല, but because of the complete merit of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ നമ്മളോടുള്ള നിത്യ സ്നേഹം, ആ കൃപയുടെ ബഹുത്വത്താൽ. I used to say this example sometimes. ഹല്ലേലൂയ. ഞാൻ ഈ എക്സാമ്പിൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ ഉദാഹരണം പറയാറുണ്ട്. When God tells to the devil, come here,
ദൈവം സാത്താനോട്. സാത്താനോട് പറഞ്ഞു, If God tells to Satan, come here, ഇപ്പൊ ദൈവം പിശാചിനോട് പറയാം ഇവിടെ വരാൻ പറഞ്ഞാൽ he will come here. അവൻ ഉറപ്പായിട്ടും ഇവിടെ വരും. Because he is an obedient creature of God. അവനും നല്ല അനുസരണ ദൈവത്തോടുള്ള ഒരു ക്രിയേച്ചറാണ്, ഒരു സൃഷ്ടിയാണ്. If God tells to Satan, get out, ഇപ്പൊ ദൈവം സാത്താനോട് പോകാൻ പറഞ്ഞാൽ he will definitely അവൻ go. നിശ്ചയമായി അവിടെ നിന്ന് വിട്ടുപോകും. He is a very obedient creature. നമ്മളെക്കാളൊക്കെ അനുസരണയുള്ളവൻ ഒരു പക്ഷേ സൃഷ്ടിയാണ്. if God tells Bobby, come here, ഇപ്പൊ ദൈവം ബോബി നീ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ Bobby goes in all other directions. ഞാൻ മറ്റ് ദിശകളിലേക്ക് സഞ്ചരിക്കും. ഹല്ലേലൂയ. Only man is the most rebellious creature of all. ഹല്ലേലൂയ. മനുഷ്യൻ എന്ന വ്യക്തിയാണ് ഏറ്റവും വളരെ റിബല്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് മെരുകാത്ത ഒരു ദൈവത്തിന്റെ സൃഷ്ടി. All other creations obey the voice of God very ഈ carefully. ലോകത്തിലുള്ള മറ്റു എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ വചനം വാക്കുകൾ അനുസരിക്കുമ്പോൾ And that was my quality. നമ്മുടെ ക്വാളിറ്റി ദൈവത്തിന്റെ വിട്ട് അകന്നു പോകുക, I was a sheep gone astray. ഒരു ആടുകളെ പോലെ തെറ്റിപ്പോകുക, അതായിരുന്നു നമ്മുടെ സ്വഭാവം. And he selected me to be part of his church. എന്നിട്ടും അവൻ എന്നെ നിന്നെ തിരഞ്ഞെടുത്ത സഭയുടെ ഒരു ഭാഗമാക്കി മാറ്റി. I used to give another example. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയട്ടെ. See, for Jesus to heal your sickness, ഇപ്പോൾ യേശു നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരണമെങ്കിൽ, or for Jesus to provide finances for your situation, യേശു നിങ്ങളുടെ സാമ്പത്തികമായ അതിരുകൾക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ, it does not cost the life of Jesus. ഇത് യേശുവിന്റെ നിത്യതയുമായിട്ട് ഒരു ബന്ധവുമില്ല. No. It does not cost the life. It does not help me somebody. It does not cost his life. യേശുവിന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഒരു എന്താ പറയുന്നത്, നഷ്ടമൊന്നും സംഭവിക്കാൻ യേശുവിനൊന്നും പോകുവാനില്ല. ദാറ്റ്സ് എ വേർഡ്. Because healings took place in the Old Testament. Healings took place in the Old Testament. അല്ലേ, ദൈവിക സൗഖ്യങ്ങൾ പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടുണ്ട്. God provided for people even in the Old ദൈവം Testament. പഴയ നിയമത്തിൽ വ്യക്തികൾക്ക് വേണ്ടി സൗഖ്യങ്ങളും സാമ്പത്തിക നന്മകളും പ്രവർത്തിച്ചിട്ടുണ്ട്. So it does not cost his life. ഹല്ലേലൂയ. ദൈവത്തിന് അതിനൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ to deliver you and I നിന്നെയും എന്നെയും വിടുവിച്ചെടുക്കുവാൻ from the pit of hell, ഹല്ലേലൂയ, പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന്, from eternal separation, നിത്യതയുടെ ആ സെപ്പറേഷൻ, ആ വ്യത്യസ്ത വേർതിരിവിലേക്ക് it costed the life of Jesus. അവന്റെ ജീവൻ മറുവിലയായി കൊടുക്കേണ്ടി വന്നു. He had to come down into this അവൻ world സ്വർഗ്ഗമഹിമകളെ വിട്ടു വരേണ്ടതായി വന്നു to provide a healing for you. നിനക്ക് വേണ്ടി സൗഖ്യം വരുത്തുവാൻ. Jesus does not need to come down from heaven, നിനക്ക് സൗഖ്യം വരുത്തുവാൻ യേശു സ്വർഗ്ഗം വിട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. but to bring salvation to you, പക്ഷേ രക്ഷ നിനക്ക് വേണ്ടി തരുവാൻ, to call you his son and daughter, നിന്റെ മകനെന്ന് മകളെന്ന് വിളിക്കപ്പെടുവാൻ, for him to be your heavenly father, സ്വർഗ്ഗസ്ഥനായ പിതാവ് to prepare a heavenly home for you. നിനക്ക് വേണ്ടി ഒരു സ്വർഗ്ഗ ഭവനം ഒരുക്കി. He had to come down to this earth. എന്നിട്ട് അവൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി He had to leave all his glory. സ്വർഗ്ഗമഹിമകളെ വെടിയേണ്ടതായിട്ട് വന്നു. He had to be one like you and I. എന്റെയും നിന്നെയും പോലെ ഒരു സാധാരണ ജഡത്തിലേക്ക് അവൻ വരേണ്ടതായി വന്നു. He had to take the punishment for your sake and my എന്റെയും നിന്റെയും sake, മേൽ വരേണ്ടത പാപം അവന്റെ മേൽ വരേണ്ടതായി വന്നു. so that he could purchase you. അതുകൊണ്ട് അവന് നിന്നെ പർച്ചേസ് ചെയ്ത് വിലയ്ക്ക് വാങ്ങുവാൻ The കഴിയും. Bible says he did not purchase you with gold or silver, ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു നിന്നെ വിലയ്ക്ക് വാങ്ങിയത് പൊന്നോ വെള്ളിയോ അല്ല, but he purchased you by the blood of Jesus Christ. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങി. He had to lose his life അവന്റെ ജീവൻ അവന് നഷ്ടമാകേണ്ടതായി വന്നു. to purchase your life, നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ, to purchase you, നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ, and to bring you into his kingdom. അവന്റെ രാജ്യത്തിലേക്ക് നിന്നെ അടുപ്പിക്കുവാൻ. He paid the price for your sins. Hallelujah. 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 Glory to God. Glory to Jesus. Hallelujah. Hallelujah. If he did so much for you, അവൻ നിങ്ങൾക്ക് വേണ്ടി അത്രയും ചെയ്തെങ്കിൽ we don't belong to ourselves. നാം നമുക്കുള്ളവരല്ല. We don't belong to ourselves. നാം നമുക്കുള്ളവരല്ല. I want to speak to the young people who took baptism today. ഇന്ന് സ്നാനപ്പെട്ട യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, And to every believer in this room, എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയുവാനുള്ളത്, we don't belong to ourselves. നാം നമുക്കുള്ളവരല്ലേ അല്ല. We don't belong to this world. നാം ഈ ലോകത്തിലുള്ളവരല്ല. We belong to Christ and Christ alone. നാം ക്രിസ്തുവിനുള്ളവർ മാത്രം.
And he is coming back again. അവൻ വീണ്ടും നമ്മളെ ചേർക്കുവാൻ വരുന്നു. You know, the Bible says he is a jealous God. അവൻ ഒരു സ്തോത്രം തീഷ്ണതയുള്ള ദൈവമാണ്. Can somebody quickly read James chapter 4 verse 5? We are running short of time. James chapter 4 verse 5. Anybody? James chapter 4 verse 5. James Jacob. യാക്കോബ് 4:5 please somebody read out. One of you can read it out loud, please. Madi. The Bible says, വേദപുസ്തകം പറയുന്നു, brother, can you read it, pastor? Yeah. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? He not only purchased you with his blood, അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുക മാത്രമല്ല, he also put his Holy Spirit inside of you. അവന്റെ വിലയേറിയ പരിശുദ്ധ ആത്മാവിനെ കൂടി നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു. And now God is a jealous God. നമ്മുടെ ദൈവം ഒരു അസൂയയുള്ള ഒരു ദൈവം കൂടിയാണ്. ഹല്ലേലൂയ. What does it mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? Let me give a very simple example to understand this. Very simple You example. said jealous, right? Not Yeah. jealous. Yeah. Jealous God. Jealous God, yes. നമ്മുടെ കർത്താവ് ഒരു സ്തോത്രം തീഷ്ണതയുള്ള ദൈവം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. നമ്മുടെ കർത്താവ് ഒരു തീഷ്ണതയുള്ള ഒരു ദൈവമാണ്. And now the Bible says, ഇപ്പോൾ വേദപുസ്തകം എന്ത് പറയുന്നു? God is a jealous God. ദൈവം ഒരു അസൂയയുള്ള ഒരു ദൈവമാണ്. He cannot tolerate you going back to the world നീ now. ഒരിക്കലും ലോകത്തിലേക്ക് അനുരൂപപ്പെട്ടു പോകുന്നത് അവന് സഹിക്കുവാൻ കഴിയത്തില്ല. Because he purchased you by his blood. അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, He put his Holy Spirit inside of you. നിന്റെ ഉള്ളിൽ ആക്കിയത് കൊണ്ട്, And he says, if you go back to this world, ലോകത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ it's as good as adultery. നീ വ്യഭിചാരം ചെയ്യുന്നു. And that's why the Bible says he's a jealous God. അതാണ് വേദപുസ്തകം പറയുന്നത്. He is so passionate about you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. Because he loved you so much. നിന്നെ അവൻ അധികമായി സ്നേഹിച്ചത് കൊണ്ടാണ്. While you were still his enemies. ഹല്ലേലൂയ. While you were his enemy. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് ശത്രുക്കളായി തീർന്നത്? He came all the way. Because അവൻ ഹല്ലേലൂയ സ്വർഗ്ഗ മഹിമകളെ വിട്ടാണ് വന്നത്. To die for you. നിനക്ക് വേണ്ടി മരിക്കുവാൻ. That's how much Jesus loves his church. അത്രയ്ക്കാണ് യേശു സഭയെ സ്നേഹിച്ചത്. He left all the glory of heaven. എല്ലാ മഹത്വവും അവൻ അവിടെ വെടിഞ്ഞു. To purchase you. നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ. And now you belong to him. നീ നിനക്കുള്ളവനല്ല. I belong to him. ഞാൻ ദൈവത്തിനുള്ളവനാണ്. And that is why he gave his Holy Spirit. അതുകൊണ്ടാണ് അവന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്. To transform me now. നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ. So that you and I can become more like Jesus. അതുകൊണ്ട് നമ്മൾ യേശുവിനെ പോലെ ആകുവാൻ. The time you and I are on this earth. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം. The little time. ആ ചുരുങ്ങിയ സമയം. Very little time. വളരെ ചുരുങ്ങിയ സമയം. The Holy Spirit is doing a big work in his church. പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is transforming you. നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. He is arranging circumstances in your life. ഒരുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. He is arranging situations in your life. നമ്മുടെ സ്ഥിതികളെ അവൻ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. So that you will be conformed and transformed to become more like Jesus. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും യേശുവിനെ പോലെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. The Bible says he is coming back. വേദപുസ്തകം പറയുന്നു അവൻ വേഗം വരുന്നു. And we look with hope. നമ്മൾ പ്രത്യാശയോടെ നോക്കി കാത്തിരിക്കുന്നു. Because one day നമുക്കറിയാം ഒരു ദിവസം we will see him നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് as he is. അവനെ ഇരിക്കുന്നത് പോലെ നാം കാണും. We will become like him. നാം അവനെ പോലെയാകും. Let's close our eyes and നമ്മുടെ pray. കണ്ണുകൾ അടയ്ക്കാം. Father, in the name of Jesus Christ. Father, we come to your presence right now. We just say thank you for your mercy. നന്ദി കർത്താവേ, ഞങ്ങളുടെ കൃപയ്ക്കായി നന്ദി. Thank you for purchasing us ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി നന്ദി. by your blood. നിന്റെ രക്തത്താൽ Help us to be faithful to you. ഞങ്ങളെ കർത്താവേ വിശ്വസ്തരായി ജീവിപ്പാൻ സഹായിക്കണമേ. So that when you come, നീ വരുമ്പോൾ we will become like you. നിന്നെ പോലെയായി തീരുവാൻ. And I thank you for your promise നിന്റെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. that you will make us like you. അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ പോലെ ആക്കി ഞങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. The good work you have started, നല്ല പ്രവൃത്തി ഞങ്ങളിൽ ആരംഭിച്ച ദൈവമേ, you are faithful to complete. നീ വിശ്വസ്തൻ, അത് പൂർത്തീകരിക്കുവാൻ നീ വിശ്വസ്തൻ. We thank you for that. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നന്ദി In അർപ്പിക്കുന്നു. Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ.